കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. ഓ യാ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. മടുത്തർജുനേട്ടാ. മോനോലി, നീ ഇപ്പൊ ചെയ്തു കഴിഞ്ഞ ആസനമാണ് ഖഗാസനം. ഈ അടിവയറ്റിലെ മസിലുകൾക്കും അരക്കെട്ടിലെ അസ്ഥികൾക്കും ഒതുക്കവും വഴക്കവും വരാൻ ഇത് വളരെ പ്രയോജനകരമാണ്. ഇത് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവം ഒരു പ്രശ്നമേ ഇല്ല, അനായാസം പ്രസവിക്കാം. എന്താ മോനോലി പറ. അല്ല, അർജുനേട്ടനെ പ്രസവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കെന്താ ഇവള് വീണ്ടും ഗർഭിണിയായോ? മോനോലി, നാം രണ്ടാ നമുക്ക് രണ്ടാന്ന് മോനോലി എന്നല്ലയോ തീരുമാനമെടുത്തത്. ഉള്ള രണ്ടെണ്ണത്തിനെ വളർത്താൻ തന്നെ അമ്മയുടെ അരിക്കലത്തിൽ നിന്ന് എടുക്കണം. അതൊക്കെ ശരിയാ, എന്നാലും ഓ, ആശ്വാസം ആയിട്ടില്ല. ഞാനൊരു ആഗ്രഹം പറഞ്ഞതാ. എനിക്കൊന്ന് നാണം വന്നെന്ന് കരുതി അതങ്ങ് മുതലെടുക്കുവാന്നോ? മോനോലി, നമുക്ക് അടുത്ത യോഗവിദ്യയിലോട്ട് പോകാം. യോഗമുദ്ര 4 അത് ചെയ്താലേ നമ്മുടെ നട്ടലിന് നല്ല ഉറപ്പ് കിട്ടും. അത് അർജുനേട്ടന് അത്യാവശ്യ. എന്റെ നട്ടലിന് നല്ല ഉറപ്പാ, അർജുനേട്ടനാ നട്ടലിന് ഉറപ്പില്ലാത്തത്. എടി എടി എന്തുവാ പറഞ്ഞേ? ഒരു ഭർത്താവിനോട് പറയേണ്ട വാക്കാണോടി ഇത്? പിന്നല്ലാതെ അർജുനേട്ടന് നട്ടലുണ്ടായിരുന്നെങ്കിലേ അമ്മ പറയുന്ന മുഴുവൻ കേട്ട് നിൽക്കുമായിരുന്നോ? എടി, മക്കൾ എത്ര വളർന്നാലും അമ്മ പറയുന്നത് കേട്ട് നിൽക്കും, അനുസരിക്കും. അത് നാട്ടിൽ നടപ്പാ. എടി, ഒരു മനുഷ്യന്റെ നട്ടല്ലെന്ന് പറഞ്ഞാ അത് വെറും എല്ലല്ല. അത് ശരിയാ, അമ്മ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വം. അത് തന്നെയാ ഞാനും പറഞ്ഞേ. നിനക്കൊരു പൊട്ട് വാങ്ങിക്കണമെങ്കിൽ എന്റെ മുമ്പിൽ തല കുനിക്കണ്ടായോ? ഞാൻ തല കുനിച്ചിട്ടൊന്നുമില്ല, നേരെ എന്നാ കാശ് മേടിച്ചിട്ട്. നിനക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ? അധ്വാനിച്ച് സ്വന്തം കാടി നിൽക്കാൻ നോക്ക്. അത് കറക്റ്റാ. ഞാനത് പല പ്രാവശ്യങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന. എടി, നിനക്കൊന്ന് ആശുപത്രി പോണമെങ്കിൽ 2 ഗുളിക വാങ്ങിക്കണമെങ്കിൽ ഞാൻ സഹായിക്കണ്ടായോ? എന്നാടി മിഴിച്ചു നോക്കുന്നേ? മമ്മി, എനിക്ക് നോട്ട്ബുക്ക് മേടിക്കണം. ഒരു 50 രൂപ വേണം. ഡാഡിയോട് ചോദിക്കും. കൊടുക്കടി 50 രൂപ. ചുണുങ്ങി. എന്തിനാ ഇപ്പൊ ഇരുന്ന് ചിണുങ്ങുന്നേ? 10 പൈസ സമ്പാദിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? എല്ലാം അർജുനേട്ടൻ കാരണ. എന്തോന്ന്? ആണിനെ ആശ്രയിച്ച് ജീവിക്കാൻ നോക്കുന്ന നീ തന്നെയാ കാരണം. സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. അന്ന് ഞാൻ പറയാം നിനക്ക് നട്ടലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പടി, തരാം പൈസ. ഓ, ശൈലജയോ, നീ ഇന്ന് കുടുംബശ്രീ പോയില്ലേ? ഇന്ന് പോയില്ലടാ. നീ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ വാ. പറ. നിന്നെ പോലുള്ള സ്ത്രീകളാണ് സ്ത്രീകൾ കണ്ണീരിന്റെ പര്യായമാണെന്നൊക്കെ കവികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. എന്ത് നാണക്കേടാ. ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ കരഞ്ഞിട്ടേ ഇല്ല, അറിയോ? ആ, നമ്മുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി പരിഹരിച്ചാൽ പിന്നെ കരയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എൻ്റെ ലൈഫിൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാ. എൻ്റെ പൊന്നു ശൈലു, നീ കൃത്യസമയത്താണ് എത്തിയത്. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? അതെ, ഞാനൊരു ഹൗസ് വൈഫ് അല്ലേ? അതെ. എൻ്റെ കയ്യിലാണെങ്കിൽ കാശില്ല. അർജുനേട്ടനാണെങ്കിൽ ഉള്ള ജോലിക്ക് പോകുന്നുമില്ല. എന്തിനും ഏതിനും അമ്മയോട് കാശ് ചോദിക്കണം. അമ്മയാണെങ്കിൽ എന്നെ ഇന്ന് ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. നട്ടല്ലില്ലാന്ന് വരെ പറഞ്ഞു. സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് 10 കാശുണ്ടാക്കണം.
ഇത്രേ ഉള്ളൂ കുഴപ്പം. നീ ഹൗ ഓൾഡ് ആർ യു സിനിമ കണ്ടിട്ടില്ലേ? ആ അതാണ് കുഴപ്പം. വല്ലപ്പോഴൊക്കെ സിനിമയൊക്കെ കാണാൻ പോണം. അയ്യോ അതിനും അമ്മയുടെ അടുത്ത് പൈസ ചോദിക്കണമായിരിക്കും അല്ലേ? ആ സിനിമയിലെ മഞ്ജുവാരെ അവതരിപ്പിച്ച കഥാപാത്രം ഉണ്ടല്ലോ, നിരുപമ, അത് നിന്നെ പോലായിരുന്നു. അവൾക്കതിൽ സ്വന്തമായിട്ട് ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനും കൊള്ളാത്തവളെന്ന് അവളുടെ ഭർത്താവ് പറയുന്നത്. അയ്യോടാ പാവം. എന്നിട്ട് മകൾ അവളുടെ കൂടെ നിന്നാലേ മകളുടെ കരിയർ തന്നെ നശിക്കുമെന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവ് കൊച്ചിനെയും കൂട്ടി വിദേശത്തോട്ട് പോയി. ആര് ഭർത്താവ്? ആരുടെ? ഓ നിരുപമയുടെ ഭർത്താവ്. ആരെ ഭർത്താവായിട്ട്? കുഞ്ചാക്കോ ബോബൻ. അയ്യോ എനിക്ക് കുഞ്ചാക്കോ ബോബനെ വലിയ ഇഷ്ടമാണ്. എനിക്ക് ആ സിനിമ കാണണം. നിനക്ക് സിനിമ കാണണോ 10 കാശ് ഉണ്ടാക്കണോ? കാശുണ്ടാക്കിയാൽ മതി. ആണല്ലോ. എന്നിട്ട് അവള് തളർന്നില്ല. അവള് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ നടത്തി അവസാനം രാഷ്ട്രപതി വരെ വിളിച്ച് അനുമോദിച്ചു. ഈ നിരുപമേ? അതേടാ. എന്റെ മോഹനവല്ലി, ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. നിനക്കും ഒരു നിരുപമയാകാൻ പറ്റും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാ എന്ത്? ഈ പച്ചക്കറി കൃഷി ചെയ്താൽ മതിയോ? ഓ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു വാഴ, തക്കാളി തൈ, ഇതൊക്കെ മതി ഒരു പെണ്ണിന്റെ ജീവിതം മാറ്റിമറിക്കാൻ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? അതൊക്കെ കിട്ടും. നീ ഇങ്ങോട്ട് വാ, ഞാൻ സഹായിക്കാം. മുഴുവൻ വേർതിരിക്കുക. അയ്യോ അതൊന്നും സാരില്ല, വാ. എന്താ അച്ഛമ്മേ, മമ്മിയെ കാണാത്തിന്റെ വിഷമാണോ? അമ്മാനല്ലയോ അവളെ വഴക്ക് പറഞ്ഞത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഇറങ്ങി പോവാണോ വേണ്ടത്? ഒന്ന് വിളിച്ചു നോക്കടാ. അവള് ഫോൺ കൊണ്ടുപോയിട്ടില്ല അമ്മേ. നിന്റെ മുഖത്ത് ഒരു വിഷമവും കാണുന്നില്ലല്ലോടാ. മമ്മി എവിടെ പോവാനാ? കൂടി വന്ന മമ്മി മമ്മിയുടെ വീട് വരെ പോകും. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ വീട്ടിൽ പോയി അവളെയും കൂട്ടി ഇഞ്ഞ് വരാം. അതൊന്നും വേണ്ട അമ്മേ, അവിടെ ഇങ്ങ് വന്നോളൂ. ചേടാ എന്തൊരു കഷ്ടമാണ് നോക്ക്. എവിടെ പോയി കിടക്കുവായിരുന്നടി? എന്റെ മനയിൽ തെങ്ങും തയ്യുമായിട്ട്. ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് നേരമില്ല. ഇനിയുള്ള എൻ്റെ ജീവിതം വളരെ ഗൗരവമേറിയതാണ്. അതെന്തെങ്കിലും ആവട്ടെ, വന്നിരുന്ന് ഭക്ഷണം കഴിക്കേ. നിന്നെ കാത്തിരിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും ഇതുവരെ. എന്നെ ഇനി ആരും കാത്തിരിക്കണമെന്നില്ല. എന്തോ ഭാവിച്ചൊന്നും അറിയണം. എന്തായടോ? ഓ ഇതാ ഇവിടെ പരിപാടി ഇല്ലേ? അല്ല മോനോലി, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങൾ ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓഹോ, ആരുടെ കൂടെ? അപ്പം നിങ്ങൾ എന്നെ കൂടെ സിനിമയ്ക്കൊക്കെ പോവും? ഞാൻ കണ്ടിട്ടില്ല. എന്നാലേ ആ സിനിമയ്ക്കകത്ത നായിക നിരുപമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അവള് പച്ചക്കറി കൃഷിയിലൂടെ ലോകമെമ്പാടും അറിഞ്ഞ പെണ്ണാ. നല്ല നട്ടലുള്ള പെണ്ണ്. ഓ ഇപ്പൊ അസുഖം പിടികിട്ടി. അല്ല മമ്മി, ഈ ഒരു ഒറ്റ തെങ്ങും തൈയും കൊണ്ട് ലോകം അറിയുന്ന കർഷകയാവാൻ മമ്മിക്ക് പറ്റുമോ? ആര് പറഞ്ഞു ഒറ്റ തെങ്ങും തൈയാണെന്ന്? ഇതൊരു സൂചന മാത്രം. 500 തെങ്ങും തൈകൾക്ക് കാശ് അടച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരാഴ്ചക്കകം എത്തും. ഈ 500 തെങ്ങ് തൈ ഇതിനകത്ത് നടാൻ പറ്റുമോ? ബാക്കി തയ്യെ ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലെ പറമ്പുകളിൽ നടും. ഒരു നാടിന്റെ സ്ത്രീ ശാക്തീകരണമാണ് എൻ്റെ ലക്ഷ്യം. എന്നോടുള്ള ദേഷ്യത്തിന് ഈ തെങ്ങും തൈ എങ്ങാനും പിഴുത് കളഞ്ഞാൽ ഈ നിരുപമ മോഹനവല്ലി ആരാണെന്നറിയും. എൻ്റെ വെല്ലുവിളി ഏറ്റു. തെങ്ങും തൈ എങ്കിൽ തെങ്ങും തൈ, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കി നന്നാവട്ടെ. വാഴ കുലച്ചാലുടൻ വളം. നേന്ത്രൻ കുലച്ച ഉടനെ ചൂടൊന്നിന് 65 ഗ്രാം വീതം യൂറിയ ചേർക്കാം. ഈ സമയം കൂടുതൽ യൂറിയ മറ്റു വളങ്ങളോ ചേർക്കേണ്ടതില്ല. നേന്ത്രൻ നട്ട 5 മാസത്തിന് ശേഷം മോനോലി ചായ കുടിക്കുക. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചായ ചോദിച്ചോ? അല്ല മോനവല്ലി, ഈ കാർഷിക രംഗത്തെ പുത്തൻ ആശയത്തെ പറ്റി പുസ്തകം നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം തല ചൂടാകുകയല്ലേ. ചായ കുടിക്കുന്ന നല്ലതാ. എനിക്ക് നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുക. ഒരു നട്ടലുള്ള മനുഷ്യനായിട്ട് ജീവിച്ചൂടെ നിങ്ങൾക്ക്? മോനവല്ലി അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾക്ക് ജോലിക്ക് വെക്കൂടെ? എന്നും എങ്ങനെ ആശ്രയിച്ച് കഴിയണോ? നിന്നെ ആശ്രയിച്ചോ? എങ്ങാണ്ട് കിടന്നൊരു ഓഞ്ഞാൻ തെങ്ങും തൈ കൊണ്ടുവച്ചിട്ട് ഒരാഴ്ച ആയില്ല, അതിനു മുമ്പേ അഹങ്കാരം തുടങ്ങിയോ?
ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, ഭാവിയിലെ കാര്യമാ. ഭാവിയിൽ ഇങ്ങനെ എന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. ഓ അങ്ങനെ. ആ, ഭാവിയിലെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ കാര്യം പറയാം. നീ ആ തെങ്ങും തൈ അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ? അതിന് വെള്ളമോ വല്ലതും വേണോ നോക്കിയോ? എന്നെ പഠിപ്പിക്കാൻ വേണ്ട. ഇപ്പോഴത്തെ കാലത്തെ തെങ്ങും തൈയൊക്കെ വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണോ വളരുന്നത്? അല്ല, മസാല ദോശ തിന്നിട്ട്. അമ്മ നിരുപമ മോഹനെ വലിയ ഉപദേശിക്കാൻ വരണ്ട. തൈ നട്ടത് ഞാനാണെങ്കിൽ അതിനെ വളർത്തി തെങ്ങാക്കി അതിൽ തേങ്ങ വിൽക്കാനും എനിക്കറിയാം. എന്നെ ഉപദേശിക്കുന്ന നേരം കൊണ്ട് സ്വന്തം മകനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. അയ്യടി, ഒരു നിരുപമ ഇറങ്ങിയിരിക്കുന്നു. അമ്മ എന്നെ ഒന്ന് ഉപദേശിക്കും, ഞാൻ നന്നാവുമെന്ന് നോക്കാമല്ലോ. ആ നേരത്തിന് പോത്തിനെ ഉപദേശിച്ചാൽ അത് നന്നാവും. എന്നിട്ട് പോടാ അവിടുന്ന്. സ്ത്രീകൾക്ക് എന്തൊക്കെ ബിസിനസ്സാ ചെയ്യുന്നത്? മോഹനവല്ലി, എന്തായി കൃഷിയൊക്കെ? പ്രോഗ്രസ് ഉണ്ടോ? പ്രോഗ്രസ് ഉണ്ടെന്നോ? പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഇനി പഠിച്ചുകൊണ്ട് വരിക. അതെയോ? ആ ബുക്ക് ചെയ്ത തെങ്ങുകളൊക്കെ എത്തിയോ? ഇല്ല, ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ അവർ പറയുന്നു ഒരാഴ്ചയും കൂടെ കഴിയുമെന്ന്. ഓ, അതും കൂടെ വന്നു കഴിഞ്ഞാൽ മോഹനവല്ലിയെ പിടിച്ചാ കിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ വിഷമം അതല്ല ശൈലു. അർജുനേട്ടനെ ഭയങ്കര ഉഴപ്പാ. ഒരു കാര്യത്തിന് ഒരു ശ്രദ്ധയില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ, തെങ്ങും തൈയൊക്കെ എത്ര വേണമെങ്കിലും വെക്കാം, പക്ഷെ ഇത് വളർന്നു കഴിഞ്ഞ് ഇതിന് വല്ല മണ്ടരയും പിടിച്ചുള്ള അവസ്ഥ ആലോചിച്ചു എനിക്ക്. തെങ്ങും തൈ പോട്ടെന്ന് നോക്കാം. അർജുനേട്ടൻ്റെ കാര്യമോ? ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാ തോന്നുന്നത്. അയ്യോ, നീ അങ്ങനൊന്നും ചിന്തിക്കരുത്. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചിന്തിക്കും? നീ ചിന്താവിഷ്ടയായ ശ്യാമള സിനിമ കണ്ടിട്ടില്ലേ? ആ, അതിലെ ശ്രീനിവാസന്റെ ക്യാരക്ടറാ നിന്റെ ഹസ്ബൻഡ്. ശരിയാ. മീൻ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചെത്തുള്ളൂ. ആ, ഇത് മീൻ വാങ്ങിക്കാൻ പോകത്തും കൂടി ഇല്ല. അപ്പൊ മടിയാണ് പ്രശ്നം. ശ്രീനിവാസൻ അങ്ങനെയായിട്ടും ശ്യാമള ജീവിച്ചില്ലേ, 2 മക്കളെ പോറ്റിയില്ലേ. ശ്രീനിവാസൻ പോയപ്പോ ശ്യാമള ഒരു തയ്യൽ മെഷീൻ വാങ്ങിയില്ലേ, ഒരു യൂണിറ്റ് ഉണ്ടാക്കിയില്ലേ. ഒരു തയ്യൽ മെഷീൻ മതി ഒരു പെണ്ണിന് സുഖമായിട്ട് ജീവിക്കാൻ. ഭർത്താവിനോട് പോയേ പണി നോക്കാൻ പറ. എങ്ങനെയെങ്കിലും എനിക്ക് 10 കാശ് സമ്പാദിക്കണം, നിവർന്ന് നിൽക്കണം. ഞാൻ സഹായിക്കാം. നമുക്കൊരു തയ്യൽ മെഷീൻ എടുക്കാം. തെങ്ങ് പോണെങ്കിൽ പോട്ടെ. ഓ, എൻ്റെ ശൈലു, നിന്നെപ്പോഴൊരു കൂട്ടുകാരി എനിക്ക് നേരത്തെ കിട്ടിയില്ലല്ലോടി. ഇപ്പൊ കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? ചുമ്മാ ചവിട്ടി സമയം കളയാതെ മോനവല്ലി. എൻ്റെ ഒരു പാൻറ് കീറിയിട്ടുണ്ട്, അതൊന്നും തയ്ച്ച. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഞാനേ കീറിയത് തയ്ക്കുന്ന ടൈലറല്ല, ഞാൻ പുത്തൻ തുണികളെ തയ്ക്കും. എന്നാ നീ എനിക്കൊരു ബ്ലൗസ് വെച്ചത്. അതിന് മമ്മിക്ക് തയ്ക്കാൻ അറിയാവോ? ഞാൻ പഠിക്കും. ഓ, അപ്പൊ പഠിക്കുന്നേ ഉള്ളൂ. ഈ ഒരു തയ്യൽ മെഷീൻ കൊണ്ട് ഞാനൊരു യൂണിറ്റ് ഉണ്ടാക്കും. 1 വർഷം കൊണ്ട് 10 തയ്യൽ മെഷീൻ വാങ്ങിച്ച് ഞാൻ ഈ യൂണിറ്റ് അങ്ങ് വിപുലീകരിക്കും. ശ്യാമള മോഹനവല്ലി സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവും. അപ്പൊ നിരുപമ മോഹനവല്ലി അങ്ങ് പോയോ? നീ എന്തോടി പേര് മാറ്റി കളിക്കുന്നോ? മടി പിടിച്ച ഭർത്താക്കന്മാരുള്ള ഭാര്യമാരൊക്കെ ഇങ്ങനെ ശ്യാമളയായിട്ട് മാറുമേ. എന്തിനാടാ ഇങ്ങനെ കേൾപ്പിക്കുന്നത്? എവിടാ മമ്മി ടൈലറിങ് പഠിക്കുന്നത്? ഇവിടെ തന്നെ അമ്മയുടെ ബ്ലൗസിന്റെ തുന്നലൊക്കെ ഞാൻ അഴിക്കും. എന്നിട്ട് വീണ്ടും ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് തയ്യൽ പിടിക്കും. ആ, അമ്മയുടെ ബ്ലൗസ് തൊടാനെങ്കിൽ വാ, നിന്റെ കയ്യം വിട്ടു. വേണ്ട, ഞാൻ അർജുനേട്ടൻ്റെ ഷർട്ടിൻ്റെ തുന്നലഴിച്ചിട്ട് അതിൽ ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യും. അയ്യോ, അപ്പൊ ഞാൻ ഇനി ഷർട്ട് ഇടണ്ടായോ? കുഴിമടിയിലായി നിങ്ങൾക്ക് എന്തിനാ ഷർട്ട്? ഈ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? അമ്മയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. 10 കാശ് സമ്പാദിച്ച് നട്ടല് നിവർത്തി ഞാൻ അമ്മയുടെ മുമ്പിൽ നിൽക്കും. കണ്ടറിയണം. കണ്ടറിയാം. സ്ഥിരോത്സാഹിയായ ഒരു പെണ്ണിനാണ് അമ്മ വിജയം. കഷ്ടം. ഇതിന്റെ സ്ഥിതി ഇങ്ങനെ ആവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിരുപമ മോഹനവല്ലി ശ്യാമള മോഹനവല്ലി ആയില്ലേ, അതാ ശ്രദ്ധിക്കാത്ത. ഇത് ഇവിടെ നട്ടതിന് ശേഷം അവൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒരു തുള്ളി വെള്ളം എൻ്റെ ചവിട്ടിൽ ഒഴിച്ചിട്ടുണ്ടോ?
ആണ്ട 10 ദിവസമായി ഒരു തയ്യൽ മെഷീൻ മേടിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. ഇതുവരെ ഒരു തുണി കഷ്ണം അവൾ അതേ തയ്ച്ചിട്ടുണ്ടോ? വല്ലതും തിന്നും അതിൻ്റെ പുറത്ത് കമ നടന്ന് ഉറങ്ങും. ഇന്ന് ഞാൻ അവളെ ശരിയാക്കി. അവിടെ ഒരു തെങ്ങും തൈ ഇന്ന് ഞാൻ അവളെ നോക്കും. ചൊറിയൻ ചൊറിയൻ കാട്ടിലെ ചേമ്പല്ലേ, പറയൂ പറയൂ അത് വീട്ടിലെ ഫുഡല്ലേ, 6 മാസമായില്ലേ കായ്ഫലം തരുന്നില്ലേ, കായ്ഫലം തരുന്നില്ലേ. ചുമ്മാ അർജുനേട്ടാ. ഓ, എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. കാശ് സമ്പാദിക്കും, തെങ്ങും തൈ നടും, തേങ്ങ പറിക്കും, വെളിച്ചെണ്ണയാട്ടും, കാശുണ്ടാക്കും, നട്ടെല്ല് നിവർത്തി നിൽക്കും. എന്നിട്ടിപ്പോൾ എന്താടി മെഷീനെ കിടന്ന് ഉറങ്ങുന്നു? അമ്മ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അയ്യോ, ഇറങ്ങാൻ സ്ഥലമില്ലയോ? ശ്യാമള മോഹനവല്ലി എഴുന്നേക്ക്, നമുക്ക് 10 മെഷീന്റെ യൂണിറ്റ് തുടങ്ങണ്ടായോ? അതെ, യൂണിറ്റ്. മടിയനായ ഭർത്താവും ഭൂമിയിൽ നിന്ന് ജീവിച്ച് കാണിക്കണ്ടായോ? ഓ, ഇനി അതാരാ? എന്താ ശൈലജ? ഇങ്ങനാരാ? അതെ അതെ, മോഹനവല്ലി തെങ്ങിന് ഓർഡർ കൊടുത്തതും ഈ തയ്യൽ മെഷീൻ വാങ്ങിയതൊക്കെ ഇയാളുടെ നിന്ന് പൈസ വാങ്ങിട്ടാ. പൈസ കൊടുത്തത് ഞാനാണ് ഇയാളെ പരിചയപ്പെടുത്തി കൊടുത്തത്. ആ പൈസ ഒന്ന് കൊടുക്കാൻ പറയോ? 10 ദിവസം കഴിഞ്ഞു, എനിക്ക് കൊടുക്കാൻ വേണ്ടിയ പലിശ ഇതുവരെ കിടച്ചിട്ടില്ല. പലിശ കൊടുത്തില്ലെങ്കിൽ അയാൾ ഇവിടെ കയറി താമസിക്കുമെന്ന്. സിനിമാ കഥ പറഞ്ഞു അവളെ വീഴ്ത്തിയിട്ട് കടം വാങ്ങിപ്പിച്ചു. ചേട്ടാ, മോഹനവല്ലിനെ ഒന്ന് വിളിക്കോ ചേട്ടാ? എടി വാഹനവല്ലിയേ, ഇങ്ങോട്ട് നീ വാടി. തരാം, മുതലും പലിശയും ഞാൻ തരാം. എപ്പോ കിടക്കും? അമ്മ, നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ മോശമാകാൻ പാടില്ല. ആ അരിപ്പെട്ടിന്ന് കുറച്ച് കാശെടുത്ത് പറഞ്ഞു തരാം. ശൈലജേ, എത്ര രൂപ ഇങ്ങനെ കൊടുക്കാനുള്ളത്? 10,000 രൂപ അമ്മേ. അത് മുതല് വട്ടി ചേർത്ത് 15,000 കിടക്കണോ? ഇയാടെ 15,000 രൂപ ഞാൻ തന്നു തൊളിച്ചേക്കാം. ഇപ്പൊ തൽക്കാലം പോ. എപ്പോ കിടക്കോ? എപ്പ കിടക്കാന്ന് വെച്ചാ ഇപ്പൊ എന്റെ കയ്യിലില്ല. 2 ദിവസം കഴിയട്ടെ. എന്തോ ഇപ്പോഴേ കിടക്കണോ? ഇപ്പൊ കിടക്കത്തില്ല. പോടാ അവിടുന്ന്. ഞാനേ ഉള്ളു തരാതെ. അമ്മ പറഞ്ഞ വാക്കാ, തരും. കിടക്കുമോ? കിടക്കും. ഉറപ്പ് തന്നെ? ഉറപ്പ്. പോടോ. ശരി. എവിടുന്ന് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു? കാശ് കടം വാങ്ങിക്കാൻ കണ്ട ഒരാള്. എടീ, നിരുപമയും ശ്യാമളയൊക്കെ നല്ല കഥാപാത്രങ്ങളാ. സമൂഹത്തിലെ സ്ത്രീകൾ അവരെ പോലെ ആവണമെന്ന് ഞാനും പറയും. അതിന് 2 കാര്യങ്ങൾ വേണം. അത് 2 നിനക്കില്ല. ഏതൊക്കെയമ്മ? ഒന്ന് നട്ടല്, പിന്നെ ഒന്ന് വിവരം. എന്ന് പറയണ്ടേ? ഇത് 2 നിനക്കില്ല. വിവരദോഷി. കരിപ്പൊടി.